എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ആയ ആന്റി ആയിരിക്കും കാണിക്കുക. പുള്ളിക്കാരി കൈയൊക്കെ വീശി മുൻപിലേക്ക് നടന്നു വരുമ്പോഴായിരിക്കും അടുത്ത സെക്കൻഡ് എടുത്തോ പിടിച്ചോന്നും പറഞ്ഞ് ഒരു കുഴിയിലേക്ക് അടിച്ചു വീഴുകയാണ്. ആയ ആന്റി ആണെങ്കിൽ ഇപ്പൊ അതിന്റെ അകത്ത് കിടന്ന് നിലവിളിക്കാൻ തുടങ്ങും. ആക്ച്വലി നമ്മുടെ പയ്യന്മാര് പന്നിയെ പിടിക്കാൻ ട്രാപ്പ് ഉണ്ടാക്കി വെച്ചതാണ്. അതിലിപ്പോ വീണതാണെങ്കിൽ നമ്മുടെ ആന്റി പന്നിയും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആശാമാര് അവരാണെങ്കിൽ വീണ്ടും ഇപ്പൊ സിറ്റിയിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ആ ഗ്യാങ്സ്റ്റേഴ്സിന്റെ അടുത്തേക്ക് വന്ന് അവരെ അറിഞ്ഞ പുറഞ്ഞ് തല്ലും. ഫൈറ്റിന്റെ ഇടയിൽ അവിടേക്ക് പോലീസ് വരുന്ന കണ്ട നമ്മുടെ ആൾക്കാര് ട്രൗസറും പൊക്കി അവിടുന്ന് വീണ്ടും കുറെ നൂറ്റിപ്പത്തിൽ ഓടി ഇപ്പൊ നമ്മുടെ ആൾക്കാര് തിരികെ വീട്ടിലേക്ക് എത്തും. അവിടെയാണെങ്കിൽ ആയ ആന്റി മുടിയൊക്കെ പറപ്പിച്ചിട്ട് വമ്പം കലിപ്പിൽ നിൽക്കാണ്. നമ്മുടെ ആൾക്കാർ ക്യാഷ്വലായി വലിയൊരു പേടമാനിനെ ആന്റിയുടെ മുൻപിലേക്ക് വലിച്ചെറിയും. മാനിനെ കാണേണ്ട താമസം ആന്റിയുടെ ദേഷ്യമൊക്കെ ഉരുകിയൊലിച്ചില്ലാതായി. അത് മാനിനെ തൂക്കിയെടുത്ത് നല്ല അടിപൊളി ഡിന്നർ ഉണ്ടാക്കും. പിന്നൊന്നും നോക്കില്ല, എല്ലാവരും ചാടി വീണ് ആ ഫുഡ് അത് വലിച്ചു വാരി തിന്നാണ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ആ ഫ്ലോറൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ ആയ ആന്റിയും ആളുടെ ശിങ്കിടികളും അവരെല്ലാവരും ചേർന്ന് ക്ലീൻ ചെയ്യും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ വലിയൊരു കുളിയൊക്കെ പാസ്സാക്കി നനഞ്ഞ തുണിയൊക്കെ ഉടുത്ത് അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ആന്റിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആന്റി വമ്പം കലിപ്പില് കയ്യിലുണ്ടായിരുന്ന ഒരു സ്റ്റിക്ക് അത് രണ്ടായിട്ട് ഒടിക്കും. എന്നിട്ട് വായിൽ വന്ന പൊളിച്ച 4 തെറിയും വിളിച്ച് ഇപ്പോ സമാധാനത്തോടുകൂടെ വന്ന് കൂർക്കം വലിച്ചുറങ്ങുകയാണ്. ആക്ച്വലി ആന്റി കിടന്നുറങ്ങുന്നതിന്റെ കറക്റ്റ് ടോപ്പ് ഫ്ലോറിലാണ് നമ്മുടെ ആശാമാര് അവരും കിടന്നുറങ്ങുക. ഇന്നത്തെ ട്രെയിനിങ് അത് കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞ് അവര് 3 പേരും വീണ്ടും ഫൈറ്റ് ഒക്കെ ചെയ്ത് ട്രെയിനിങ് എടുക്കാൻ തുടങ്ങും. അതേസമയം ആന്റി ഇപ്പോ ഉറക്കത്തിന്റെ അഗാധ ഗർത്തത്തിൽ വീണ് ഒരു അടിപൊളി സ്വപ്നം കാണുകയാണ്. പൂക്കൾക്കിടയിൽ ഒഴുകി നടക്കുന്ന നമ്മുടെ സുന്ദരിയായ ആന്റി. അപ്പൊ ദൂരത്തായിട്ട് മറ്റൊരു സുന്ദരൻ അവൻ അങ്ങനെ അടുത്തു വന്ന് പ്രണയഭരിതനായി ആന്റിയുടെ വയറ്റില് ആഞ്ഞൊരു ഇടി. ആന്റിയുടെ കണ്ണും വായും ഒക്കെ തന്നെ പുറത്തേക്ക് തള്ളും. യഥാർത്ഥത്തില് നമ്മുടെ ആൾക്കാര് മുകളിൽ നിന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഫ്ലോർ തകർത്ത് ഇപ്പൊ ലൂഫിയാണ് ആന്റിയുടെ വയറ്റിലേക്ക് തന്നെ കറക്റ്റായിട്ട് അടിച്ചു വീണിട്ടുണ്ടാവുക. അപ്പൊ മുകളിൽ നിന്ന് നമ്മുടെ ഏസ്, ലൂഫി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ? ലൂഫി പറയും, എനിക്ക് ഒരു കുഴപ്പമില്ല, നമുക്കൊരു റൗണ്ട് കൂടെ ഫൈറ്റ് ചെയ്ത് നോക്കാം. ആന്റി വമ്പം കലിപ്പില് പല്ലൊക്കെ കടിച്ച് അങ്ങനെ ചാടി എഴുന്നേക്കും. ഇവിടെ ഒരുത്തി ജീവന് വേണ്ടി പോരാടുന്നു, നിങ്ങൾക്കപ്പോഴും തമാശയാണല്ലേ? അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആന്റി ഇപ്പോ വമ്പം കലിപ്പിലാണ്. ആന്റി ഇപ്പോ ആന്റിയുടെ ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യും. എങ്ങനെയെങ്കിലും അവരെ ഇവിടുന്ന് ഒഴിവാക്കണം. എന്നെ കൊണ്ട് പറ്റില്ല ഇനിയും ഇങ്ങനെ അനുഭവിക്കാൻ. മര്യാദയ്ക്കൊന്ന് ഉറങ്ങാനോ ഉണ്ണാനോ കിടക്കാനോ ഒന്നും പറ്റുന്നില്ല. അവളത് പറയുമ്പോ തന്നെ ആരുടെയോ ശബ്ദം കേൾക്കും. അത് കാർപ്പാണെന്ന് കരുതി അവൾ കൈകൂപ്പി ആളുടെ കാലിൽ വീണ് സാഷ്ടാംഗം പ്രണമിക്കും. അവൾ പതിയെ തല പൊക്കി നോക്കും. അത് കാർപ്പല്ല, ലൂഫിയുടെ വില്ലേജിലുള്ള മേയറും ആളുടെ മകളുമാണ്. ലൂഫി ആണെങ്കിൽ ദൂരത്ത് നിന്ന് തന്നെ അവരെ തിരിച്ചറിയും. 6 മാസമായി ലൂഫി ഗ്രാമത്തിൽ നിന്ന് ഇവിടേക്ക് വന്നിട്ട്. അവൻ ഒരുപാട് സന്തോഷത്തില് ഇപ്പൊ അവരുടെ അടുത്തേക്ക് ഓടി വരികയാണ്. മേയർക്കാണെങ്കിൽ ഇപ്പൊ ലൂഫിയുടെ അവസ്ഥ കാണുമ്പോ ഒത്തിരി സങ്കടാവും. നീ ഇതുപോലൊരു കള്ളക്കൂട്ടങ്ങളുടെ ഇടയിലാണോ താമസിക്കുന്നേ? അതിന് നമ്മുടെ ആന്റി അതിനെന്തു പറ്റി? അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഉടനെ മേയർ ആണെങ്കിൽ ഇപ്പോ നമ്മുടെ ആന്റിയോട് ദേഷ്യപ്പെടാൻ തുടങ്ങും. ഇവിടെ അക്കീനോ ആണെങ്കിൽ ലൂഫിക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സ്, ചോക്ലേറ്റ്സ് എന്നിങ്ങനെ എല്ലാം തന്നെ അവന് കൊടുക്കുകയാണ്. ലൂഫിക്ക് മാത്രമല്ല എയ്സിനും ഫ്രണ്ടിനും ഒക്കെ തന്നെ അവള് ഉടുപ്പുകളും മിഠായി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നൈറ്റ് ആണെങ്കിൽ അവര് കൊണ്ടുവന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ച് വലിയൊരു വിരുന്ന് തന്നെ നമ്മുടെ ആൾക്കാർ ഒരുക്കും. അവര് ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിക്കുമ്പോ ഇവിടെ നമ്മുടെ ആശാമാര് കടലിൽ പോകുന്നതിനെ കുറിച്ചും പൈററ്റ് ആവുന്നതിനെ കുറിച്ചും ഒക്കെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാണ്. അപ്പോഴായിരിക്കും നമ്മുടെ കാർപ്പ് അവിടേക്ക് എൻട്രി ചെയ്യുക. കാർപ്പാണെങ്കിൽ അതെല്ലാം കേട്ട് കലിപ്പില് അവിടേക്ക് നടന്നു വരും. കാർപ്പിനെ കാണേണ്ട താമസം നമ്മുടെ ആൾക്കാർ തിന്ന ഫുഡ് പോലും തുപ്പിപ്പോവും. കാർപ്പ് ചാടി വന്ന് 2 പേരുടെയും തലയിൽ ആഞ്ഞിട്ടിക്കും. നിങ്ങൾ 2 പേരെ കുറിച്ചും എനിക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു, വലിയ 2 നേവി സോൾജിയർ ആക്കണമെന്ന്. പക്ഷെ നിങ്ങൾ ഇപ്പോഴും പൈററ്റ് ആവണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിരിക്കുകയാണല്ലേ ചോദിച്ച് വീണ്ടും അവരെ അടിക്കും. അതിനുശേഷം നമ്മുടെ ആന്റി അവളുടെ തലയ്ക്കും ഒരു കൊട്ട് വെച്ച് കൊടുക്കും. ലൂഫി ആണെങ്കിൽ തീർത്തു പറയും, അതെ ഞങ്ങളുടെ ഇഷ്ടം പൈററ്റ്സ് ആയി മാറാനാണ്. ഉറപ്പായാലും ഞങ്ങൾ പൈസയൊക്കെ ചേർത്ത് വെച്ച് ഫ്യൂച്ചറിൽ വലിയൊരു പൈററ്റ് ആവും. അത് കേട്ട് കാർപ്പ് ഫുൾ കലിപ്പില് നമ്മുടെ ആൾക്കാരെ 3 പേരെയും ആ വീട് മുഴുവൻ ഇട്ട് ഓടിച്ച് അറഞ്ചം പുറഞ്ച് ഇട്ടിക്കും. അതേസമയം നമ്മുടെ മേയറും മകളും അവരാണെങ്കിൽ ലൂഫിയും ടീമും ഹാപ്പിയാണെന്ന് കരുതി അവിടുന്ന് ദൂരേക്ക് കടന്നു പോവാണ്. ഇവിടെ കാർപ്പാണെങ്കിൽ അവരെ അച്ചരം പൊച്ചറ അടിച്ച് വെള്ളമൊക്കെ കുടിച്ച് കിടന്നുറങ്ങാണ്.
അതേസമയം നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യും. ഇനി നമ്മൾ ഇവിടെ നിന്ന കാർ പുറപ്പായാലും നമ്മൾ അടിച്ചു കൊല്ലും. നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയാൽ മാത്രമേ നമ്മളുടെ ആഗ്രഹപ്രകാരം പൈറട്ടാവാൻ പറ്റൂന്ന് പറഞ്ഞ് ഒരു ലെറ്റർ ഒക്കെ എഴുതി വെച്ച് അവിടുന്ന് രക്ഷപ്പെടും. ആൻറ്റി രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ ആ ലെറ്റർ കണ്ട് ഷോക്ക് ആവുകയാണ്. അവൾ ആ കാര്യം ഡബിൾ ഷോക്കില് ഇപ്പൊ കാർപ്പിനോട് പറയും. അതിന് കാർപ്പ് സിമ്പിൾ ആയിട്ട് പറയും, കുഴപ്പമൊന്നുമില്ല, അവര് തിരിച്ചു വരും. എന്റെ വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ പോയി തിരികെ വരുമ്പോഴേക്കും അവര് നീ നല്ല നേവിക്കാരാക്കി മാറ്റണം എന്ന് പറഞ്ഞ് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് കാർപ്പ് നടന്നു പോകും. ആൻറ്റിക്കാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ ഓർത്ത് കുറച്ച് ടെൻഷനാവും. പുറത്താണെങ്കിൽ ഭയങ്കര മഴ. ആൻറ്റി ആളുടെ ചിങ്കടികളൊക്കെ കൂട്ടി കൊടയൊക്കെ ചൂടി നമ്മളെ ആൾക്കാർ അന്വേഷിച്ചു പോകും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് നമ്മുടെ ആൾക്കാര് അവരൊരു മരത്തിന്റെ ചോട്ടിലിരുന്ന് കൂർക്കം വലിച്ചുറങ്ങുകയാണ്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ മഴയൊക്കെ മാറി മാനവാകെ തെളിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാര് ഇനി എന്ത് ചെയ്യും, എന്താണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ എന്നൊക്കെ ആലോചിക്കുമ്പോഴായിരിക്കും ഫ്രണ്ട് പറയാ, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു പാർപ്പിടം ഉണ്ടാക്കണം. അതിന് പറ്റിയത് മരങ്ങളുടെ മുകളിൽ ഒരു ഹട്ട് പോലെ ഒരു വീടുണ്ടാക്കുക എന്നതാണ്. അവിടെ നമുക്ക് സേഫ് ആയിട്ട് താമസിക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതാ സ്ക്രാപ്പ് സിറ്റിയിൽ പോയിട്ട് കളക്ട് ചെയ്യാം. പിന്നെ ഒന്നും നോക്കില്ല, നമ്മുടെ ആൾക്കാര് 100-110 അവിടെ ഓടിയെത്തും. അവർക്ക് ആവശ്യമായിട്ടുള്ള കമ്പുകളും ബിൽഡിംഗ് മെറ്റീരിയൽസും അങ്ങനെ എല്ലാം തലച്ചുമടായിട്ട് മരത്തിന്റെ അവിടേക്ക് കൊണ്ടുവരാണ്. ഇവരിവിടെ പത്രങ്ങളൊക്കെ പറക്കുമ്പോ അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആന്റിയുടെ അസിസ്റ്റൻസ് അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ 3 പേരെ അന്വേഷിച്ച് അവിടെ മുഴുവൻ കയറി ഇറങ്ങി നടക്കുകയാണ്. അവർ കാടും മലയൊക്കെ കയറി ഇറങ്ങി വലിയ മഴയിലും വെയിലത്തും രാത്രിയിലും പകലും ഒക്കെ തന്നെ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി അന്വേഷണം നടത്തും. അന്വേഷിക്കുന്നതിനിടയിൽ വലിയ വലിയ ആനിമൽസിന് മുൻപിലൊക്കെ ചെന്നുപെട്ട് അവര് ജീവനും കൊണ്ട് ഓടും. മറ്റൊരു ഭാഗത്ത് ആന്റിക്കാണെങ്കിൽ ഊണും ഉറക്കമില്ല. നമ്മുടെ ആൾക്കാരെ കാത്ത് എപ്പോഴും വീടിന് മുന്നിലായിട്ട് നമ്മുടെ ആൾക്കാരെ നോക്കി നിൽക്കുകയാണ്. സിഗരറ്റൊക്കെ വലിച്ചു തള്ളി വെള്ളമൊക്കെ അടിച്ച് ആന്റി ഇപ്പോ ചെറിയൊരു ഡിപ്രഷൻ മോഡിലേക്ക് തന്നെ പോയി കഴിഞ്ഞു. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അപ്പോഴേക്കും അവരുടെ ഹൈഡ് ഔട്ടിന്റെ മുഴുവൻ പണിയൊക്കെ തീർത്ത് ഇപ്പൊ അടിപൊളി ഒരു കൊടി പോലും അതിന് മുകളിൽ കുത്തിവെക്കും. അവർക്കാണെങ്കിൽ അവരുടെ വർക്ക് കണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. വാവ്, ദിസ് ഈസ് ബ്യൂട്ടിഫുൾ. നമ്മുടെ ഈ ഒരു ഹൈഡ് ഔട്ട് അത് അടിപൊളിയാണ്. ഇനി നമ്മുടെ ഹൈഡ് ഔട്ടിലേക്ക് ആരും വരാത്ത വിധത്തിൽ ഇത് ഹൈഡ് ചെയ്യണം. മാത്രമല്ല ആരെങ്കിലും ഇവിടേക്ക് വരാനോ നമ്മുടെ ഹൈഡ് ഔട്ട് തകർക്കാനോ ശ്രമിക്കുകയാണെങ്കിൽ അവരെ പിടിക്കാൻ കുറച്ച് ട്രാപ്പോടെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവരടുത്തതായിട്ട് ട്രാപ്പൊക്കെ അവിടെ സെറ്റ് ചെയ്യാണ്. ഇവിടെ ആന്റി അവർക്കിപ്പോഴും ഒരു കുലുക്കവും ഇല്ല. ആ ഡോറിന് മുൻപിലിരുന്ന് ഒരു കുന്ന് സിഗരറ്റ് വലിച്ചു കൂട്ടിക്കഴിഞ്ഞു. അതേസമയം ലൂഫി അവൻ ആ ഹൈഡ് ഔട്ടിന്റെ മുകളിൽ കയറി ചുറ്റും നോക്കും. മനോഹരമായിരിക്കുന്നു, ഇവിടെ നിന്ന് എല്ലാം കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൻ ചുറ്റുമുള്ള കാഴ്ചകൾ ആസ്വദിച്ച് കാണും. അത് കേട്ട് ഇപ്പൊ ബാക്കി 2 ആശാമാർക്കും ഒരുപാട് ആഗ്രഹം തോന്നും. അവരും ഇപ്പൊ മുകളിലേക്ക് കയറി വന്ന് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ വണ്ടറടിച്ച് നിൽക്കാണ്. അവർക്കാണെങ്കിൽ ഇപ്പൊ ഒരു വലിയൊരു പൈററ്റ് കപ്പലിൽ പോകുന്ന ഫീലാണ്. അവരുടെ ഗ്യാങ്ങിന് ASL എന്നൊരു അടിപൊളി പേരൂടെ അവരിടും. എയ്സ് കപ്പൽ നിയന്ത്രിക്കുന്നു, ലൂഫി ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കുന്നു, ഫ്രണ്ട് ആണെങ്കിൽ എല്ലാം മോണിറ്റർ ചെയ്യുന്നു. അങ്ങനെ നല്ലൊരു ഇമാജിനേഷനിൽ നമ്മുടെ ആൾക്കാർ അങ്ങനെ മുഴുകിയിരിക്കും. അവർ ആ ബ്ലൂജാ പൈററ്റ്സിനെ പോലും പിടിച്ച് ബന്ദിയാക്കുന്നൊക്കെ ആയിട്ട് ഇമാജിൻ ചെയ്യാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ യോഗരായും മാഗരായും അവർ 2 പേരും ഇപ്പൊ നമ്മുടെ ആൾക്കാരെ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കും. അതേസമയം ആന്റിയുടെ അസിസ്റ്റൻസ് അവർ 2 പേരും ആന്റിയോട് പറയും, ഞങ്ങൾ 2 ആഴ്ച എല്ലാ സ്ഥലത്തും കയറി ഇറങ്ങി അന്വേഷിച്ചു. അവിടെയുള്ള ചില ആളുകൾ പറഞ്ഞത് ഗ്രേറ്റ് ടെർമിനലിലും കാടിന്റെ പരിസരത്തും അവരെ കണ്ടുവെന്നാണ്. പക്ഷെ ഞങ്ങൾ അവിടെ ഒക്കെ അന്വേഷിച്ചിട്ടും അവരെ കണ്ടെത്താനായില്ല. ആന്റിക്കാണെങ്കിൽ ഇപ്പൊ ഹാർട്ട് ബീറ്റ് കൂടിക്കൂടി വരും. കാരണം അവര് കാണാതായിട്ട് 2 ആഴ്ചയായി. ഇനി ഇൻ കേസ് ഏതെങ്കിലും വൈൽഡ് ആനിമൽസ് അവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും ചിന്തിച്ച് ആന്റി അങ്ങനെ പേടിച്ചിരിക്കും. കറക്റ്റ് ടൈമില് ഇപ്പൊ ഡോഗ്രയും മാഗ്രയും അവർ 2 പേരും ഓടി വരും. മാഡം, ഞങ്ങൾ കണ്ടുപിടിച്ചു. അവരിപ്പോഴും ആ കാട്ടിൽ തന്നെയുണ്ട്. വലിയൊരു മരത്തിന്റെ മുകളിൽ ഒരു ഹൈഡ് ഔട്ട് ഒക്കെ കെട്ടി അവിടെ സേഫ് ആയിട്ട് ഇരിക്കുകയാണ്. ആ ആന്റിക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം. പക്ഷെ അവളുടെ സന്തോഷം മറ്റുള്ളവർ കാണാതിരിക്കാൻ മോഗോക്ക് അങ്ങനെ തിരിച്ചു പിടിച്ച് പമ്പൻ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചു നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നൈറ്റ് നമ്മുടെ ആന്റി ആണെങ്കിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഇപ്പൊ അവരുടെ ഹൈഡ് ഔട്ടിലേക്ക് വരും. അവര് സമാധാനത്തോടെ കിടക്കുന്ന കാണുമ്പോൾ ആന്റിക്കും ഇപ്പൊ ഭയങ്കര സന്തോഷം. എയ്സിന്റെ ബോഡിയിൽ പുതപ്പെടുത്തിടാനായിട്ട് അകത്തേക്ക് കയറുമ്പോഴായിരിക്കും അവര് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ട്രാപ്പിൽ ഇപ്പൊ ആന്റിയുടെ കാല് കുടുങ്ങുക. അടുത്ത സെക്കൻഡ് ആ ട്രാപ്പുകളൊക്കെ ആക്ടിവേറ്റ് ആയി സൗണ്ട് കേൾക്കാൻ തുടങ്ങും. അടുത്ത നിമിഷം വലിയൊരു ചുറ്റിക അതങ്ങനെ കറങ്ങി വന്ന് ആന്റിയുടെ വയറ്റിലൊരു ഒറ്റ അടി. ആ ഒരു അടിയില് ആന്റി തെറിച്ചു വന്ന് താഴെ അടിച്ചു വീഴും. നമ്മുടെ ആൾക്കാർ ശബ്ദം കേട്ട് ഞെട്ടി എഴുന്നേറ്റ് ചുറ്റും നോക്കും. പക്ഷെ അപ്പോഴേക്കും ആന്റി ഒരു മരത്തിന് ചോട്ടിൽ ഒളിക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ തോന്നിയതാവെന്ന് പറഞ്ഞ് വീണ്ടും കൂർക്കം വലിച്ച് ഉറങ്ങാണ്.
അതേസമയം ആന്റി ഇപ്പൊ ഫുൾ കലിപ്പില്. ഇനി ഒരു കാരണവശാലും ഇവരുടെ കാര്യം അന്വേഷിച്ച് ഞാൻ എവിടേക്കും പോവില്ല എന്നൊക്കെ പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.